നിർത്തിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളെങ്ങനെയാണ് ഫേസസിനെ പേഴ്സീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുള്ളൊരു കാര്യമാണ് അവിടെ നമ്മൾ മേജറായിട്ട് നോക്കിയിരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ പേഴ്സീവ് ഫേസസ് നോട്ട് മിയർലി കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ്. ഏതാ ഒരു കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് മാത്രമല്ല, എന്താണ് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഒരാളുടെ ഒരു ഫേസിനെ, മീൻസ് ഇപ്പോൾ കണ്ണും മൂക്കും വായ മൗത്ത് മാത്രം വെച്ചിട്ടുള്ള ഒരു ഫേസിൻ്റെ എല്ലാ പോർഷൻസും വെച്ചിട്ടാണ് നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഹോളിസ്റ്റിക് പ്രോസസ്സിങ്. ഈ ഒരു ഫിനോമിനനെ, ഇങ്ങനെ പേഴ്സീവ് ചെയ്യുന്ന ഈ ഒരു ഫിനോമിനനെ, ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്താ പറയുക, ഹോളിസ്റ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് എന്താണ്, where the brain integrates all facial components into a unique configuration. എന്താണ് നമ്മൾ ഈ ഒരു ബ്രെയിന് എല്ലാ ഒരു കാര്യങ്ങളേനെ ഇങ്ങനത്തെ ഈ ഒരു ഫോർമേഷനെ, അല്ലെങ്കിൽ ഈ ഒരു ഹോളിസ്റ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ എല്ലാ മേജറായിട്ടുള്ള ഒരു ഇതിനെ എന്ത് ചെയ്യും, ഒരു കോൺഫിഗറേഷനേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിനെ ഒന്നിച്ചിട്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. Then, unlike objects, faces are processed in terms of their overall structure and spatial relationship between features rather than as separate parts. എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റോളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊരു ഫേസിനെ ഒരു ഡിഫറെൻറ്റ് പാർട്ടായിട്ടല്ല നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഓവറോൾ സ്ട്രക്ചറും അതിൻ്റെ ഒരു ഓവറോൾ പാർട്സിൻ്റെ ഒരു കടപ്പം വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് റിലേഷൻഷിപ്പും വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ നോക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ ഈ ഒരു ഫേസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ പെർസീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് യു സീ എ ഫെമിലർ ഫേസസ് വിത്ത് റീഅറേഞ്ച്ഡ് ഫീച്ചേഴ്സ്, ഇറ്റ് ഓഫൺ ബിക്കംസ് ഡിഫിക്കൽട്ട് ടു റെക്കഗ്നൈസ് ഈവൻ ഇഫ് ഓൾ ദ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് ആർ സ്റ്റിൽ പ്രസൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ്ലി അല്ല, നമ്മളൊരു 6 ഇയേഴ്സ് മുൻപ് നമ്മളെ ഫേമസ് ആക്ടർ മോഹൻലാൽ ബോട്ടക്സ് അടിച്ചപ്പോൾ നമുക്ക് പല ആൾക്കാർക്കും ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മൂപ്പരാളുടെ ഫേസ് ഒന്ന് മാറി ആ ലെവലിൽ. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഇയേഴ്സിന് ശേഷം ഇപ്പോൾ ഒരു ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഫേസിൽ നിന്ന് താടിയോ മീശ അത് ഷേവ് ചെയ്യുക, അല്ലെങ്കിൽ അത് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഒരു ഓവറോൾ സ്ട്രക്ചർ. അതാണ് അവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിൻറ്റിൻ്റെ റെലവൻസ് അപ്പോൾ അവിടെ വരുന്നത്. ഒരിക്കലും നമ്മളവിടെ ഒരു ഇതിൻ്റെ മാത്രമല്ല, നമ്മളെ ഈ ഒരു ഏരിയാസ് മാത്രം വെച്ചിട്ടല്ല നോക്കുന്നുണ്ടാവും. ഒരു സ്പെസിഫൈ ചെയ്തിട്ട് ഇയറോ അല്ലെങ്കിൽ നോസോ അല്ലെങ്കിൽ മൗത്തോ കാര്യങ്ങളോ വെച്ചിട്ട് ആ രീതിയിലല്ല, അത് മാത്രമല്ല നോക്കുന്നുണ്ടായിരിക്കുക. ദിസ് ഹോളിസ്റ്റിക് പെർസെപ്ഷൻ അലോസ് ഫോർ റാപ്പിഡ് ആൻഡ് എഫിഷ്യൻറ്റ് റെക്കഗ്നിഷൻ ഈവൻ വിത്ത് സബ്റ്റൽ വേരിയേഷൻ വിത്ത് എക്സ്പ്രഷൻ ഓർ വ്യൂയിങ് ആംഗിൾ. എന്താണ് ഈ ഒരു ഹോളിസ്റ്റിക് റെക്കഗ്നേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഈ ഒരു ഹോളിസ്റ്റിക് പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഡിഫറെൻറ്റ് വ്യൂയിങ് ആംഗിളെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു എഫിഷ്യൻറ്റ് റെക്കഗ്നേഷനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ മേജറായിട്ടുള്ളൊരു ഹെൽപ്പിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് അവിടെ മേജറായിട്ടുള്ള ഹോളിസ്റ്റിക് പെർസെപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യത്തിലായിട്ട് മേജറായിട്ട് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഫേസ് റെക്കഗ്നീഷൻ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ഈ ഒരു എങ്ങനെ പെർസീവ് ചെയ്യുന്നു ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇനി നമുക്കിതിനെ എങ്ങനെ അതിൻ്റെ ഫേസിൻ്റെ ഒരു റെക്കഗ്നീഷൻ സിസ്റ്റം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ദ ഹ്യൂമൻ ബ്രെയിൻ പൊസസസ് സ്പെഷ്യലൈസ്ഡ് മെക്കാനിസം ഫോർ പ്രോസസ്സിങ് ഫേഷ്യൽ ഐഡൻറ്റിറ്റി വിത്ത് റീജിയൻ നോൺ ആസ് ഫ്യൂസിഫോം ഫേസ് ഏരിയ, ഫഫ അല്ലെങ്കിൽ FFA, അങ്ങനെ FFA എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും, നമ്മളെ FFC ഒക്കെ പോലെ. ഹ്യൂമൻ ബ്രെയിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു മെക്കാനിസം, അല്ലെങ്കിൽ അതിനൊരു ഫേഷ്യൽ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാനായിട്ടൊരു റീജിയൻ തന്നെ അവിടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫ്യൂസിഫോം ഫേസ് ഏരിയ, FFA എന്ന് പറയുന്നത്. ഇതാണ് ഒരു സിഗ്നിഫിക്കൻ്റ് റോള്
ഇത് മനസ്സിലാക്കുന്നതിൽ മേജറായിട്ട് വെക്കുന്നത്. ലൊക്കേറ്റഡ് ഇൻ ഫ്യൂസിഫോം ഗൈറസ് വിത്തിൻ ദ ഇൻഫീരിയർ ടെമ്പറൽ കോർട്ടെക്സ്, ദ FFA ഷോസ് increased activity when individual view faces compared to other object. എന്താണ് ഈ ഒരു ഇമ്പീരിയൽ ടെമ്പറൽ കോർട്ടക്സിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഫ്യൂസിഫോം ഗൈറസിൽ സ്ഥിതി ചെയ്യുന്ന FFA എന്ന് പറയുന്ന ഏരിയ വരുന്നത്. ഫ്യൂസിഫോം ഫേസ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെന്താണ് ഈ ഒരു മറ്റുള്ളൊരു ഒബ്ജക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മളെ മുഖങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവിടെ കൂടുതലായിട്ട് വരുന്നതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദിസ് ബ്രെയിൻ ഏരിയ ഈസ് ഇൻവോൾവ് ഇൻ ബോത്ത് ഡിറ്റക്റ്റിംഗ് ദ പ്രസൻസ് ഓഫ് ഫേസസ് ആൻഡ് എക്സ്ട്രാക്റ്റിംഗ് ദ പെർസെപ്ച്വൽ ഇൻഫർമേഷൻ നീഡഡ് ഫോർ റെക്കഗ്നിഷൻ. ഇപ്പോൾ ഏതാ നമ്മൾ ഈ ഒരു ഇതിന്ന് ഈ ഒരു ഏരിയനെ പറ്റിയിട്ട് പറയുമ്പോൾ എന്താണ് അത് നമ്മളെ ഫേസിൻ്റെ കറക്റ്റുള്ള പ്രസൻസും കാര്യങ്ങളും ഡിക്റ്റക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ എന്താണ് അതുപോലെ തന്നെ ഓൺ ദ കറക്റ്റ് ടൈം അറ്റ് ദ കറക്റ്റ് ടൈം അല്ലെങ്കിൽ റൈറ്റ് ടൈമിൽ എന്ത് ചെയ്യുക അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്താണ് അവിടെ ദിസ് ബ്രെയിൻ ഏരിയ ഇൻവോൾവ് ഇൻ ബോത്ത് ഡിറ്റക്റ്റിംഗ്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു വേറെ ഇപ്പോൾ ഓരോ ആൾക്കാരുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഒരു പെർസെപ്ച്വൽ ഇൻഫർമേഷൻ അതിനെ സെപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ് ഡിക്റ്റക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തുനിന്ന് ഇത് റെക്കഗ്നൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ബിയോണ്ട് ദ FFA അതർ ഇൻ്റർകണക്റ്റഡ് ബ്രെയിൻ ഏരിയാസ് കോൺട്രിബ്യൂട്ട് ടു ദ കോംപ്രഹെൻസീവ് പ്രോസസ്സിംഗ് ഓഫ് ഫേസിങ്. എന്താണ് ബിയോണ്ട് ദ FFA അവിടെ ഇൻ്റർകണക്റ്റഡ് ആയിട്ട് ഏതാ മറ്റ് ബ്രെയിൻ്റെ ഏരിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതിലൊക്കെ നമ്മളെ ഫേസിങ് ഏരിയയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ ഇൻസ്റ്റൻസ് ദ ഓസിപ്പിറ്റൽ ഫേസ് ഏരിയ OFA ആൻഡ് ദ സുപ്പീരിയർ ടെമ്പറൽ സൾക്കസ് ഏതൊക്കെയായിരുന്നു നമ്മൾ ഓസിപ്പിറ്റൽ ഫേസ് ഏരിയയും അതേപോലെ സുപ്പീരിയർ ടെമ്പറൽ സൾക്കസുമാണ് വേറെ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓൾസോ റെസ്പോൺസ് ടു ഫേസസ് പെർഫോമിങ് പാർട്ട് ഓഫ് എ ലാർജർ ന്യൂറൽ നെറ്റ്വർക്ക്. എന്താണ് നമ്മളൊരു ഓൾസോ റെസ്പോണ്ട് ചെയ്യുന്നു, ഫേസസിന് റെസ്പോണ്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് ഒരു ഫോമിങ് പാർട്ട് ഓഫ് എ ലാർജർ ന്യൂറൽ നെറ്റ്വർക്ക്, ഒരു ലാർജർ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ പാർട്ടായിട്ടും വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. Then the next one is the FFA's activity is stronger for familiar faces than unfamiliar ones. നമ്മൾ ഈ പറഞ്ഞായിരുന്നു തന്നെ ഒരു സ്ട്രോങ്ങർ ആയിട്ട് പെട്ടെന്ന് അതിൽ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫെമിലിയർ ഫേസസിനെ മനസ്സിലാക്കുകയാണ് കൂടുതൽ. അൺഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ഉള്ളതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കുന്ന ഇതിനാണ് നമ്മളെ ഫെമിലിയർ ഫേസസിനെയാണെന്നാണ് പറയുന്നത്. സോ എന്താണ് നമ്മളെ ഈ ഒരു FFAയുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ടിവിറ്റി മേജറായിട്ട് ഫെമിലിയർ ഫേസസിനേക്കാൾ കൂടുതൽ ഏതാണ് സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുന്നത് ഫെമിലിയർ ഫേസസിനാണ് അൺഫെമിലിയർ ആയിട്ടുള്ള ഫേസസുകൾ മനസ്സിലാക്കുന്നതിനേക്കാളും. ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് റോൾ ഇൻ റെക്കഗ്നൈസിങ് സ്പെസിഫിക് ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഇതിലൊരു മേജർ റോള് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇത്രയും ഏരിയയാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ മീൻസ് ഫേസ് റെക്കഗ്നേഷൻ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നത്.